ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കളുടെ ജന്മദിനം കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടുള്ള കണക്റ്റഡ് പോയിന്റ്സ് ആണ്. വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനും നോർമൽ എക്സാംസിനും ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേരള നവോത്ഥാനത്തിൽ നിന്നിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് നോക്കാം. പണ്ഡിറ്റ് KP കറുപ്പൻ, വക്കം മൗലവി, സഹോദരൻ അയ്യപ്പൻ, VT ഭട്ടതിരിപ്പാട് എന്നിവരെ പറ്റിയിട്ടാണ് ഇവിടെ നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ 11ാമത്തെ ആൻസർ എത്രയാണ് എന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ B ആണ്. അതായത് 2 ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കൃത്യമായിട്ട് ഓരോരുത്തരെ പറ്റിയിട്ടൊന്ന് പഠിച്ചിട്ട് വരാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അറിയാത്തവരോട് ആൻസർ പറയണം. എറണാകുളം ജില്ലയിൽ ചേരാനെല്ലൂരിൽ ആണ് ആര് ജനിച്ചിരിക്കുന്നത്? പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചിരിക്കുന്നത് 1885 മെയ് മാസം 24-ാം തീയതി ആണ് പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചിരിക്കുന്നത്. 1885 മെയ് 24. 85 എന്തെങ്കിലും ഓർത്ത് വെച്ചേക്കാം. പിന്നെ കൂടാതെ INC രൂപീകരിച്ച വർഷം ഏതാണെന്ന് ഓർത്ത് വെച്ചേക്കാം. 1885 ആണ്. സോ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചതും അതേ വർഷം തന്നെ ഓർത്ത് വെച്ചേക്കണം. ഇനി നമുക്ക് അദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ലയിലാണ്, ചേരാനല്ലൂരിൽ ആണ്. കൊച്ചി നിയമസഭയിലെ അംഗമായിരുന്നു. പിന്നോക്ക സമുദായങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനുമായിട്ട് ശബ്ദമുയർത്തിയ വ്യക്തി ആണ്. അരയ സമുദായത്തിന്റെ പുരോഗതിക്കായിട്ട് സ്ഥാപിച്ചതാണ് കല്യാണദായിനി സഭ. എന്താണ് കല്യാണദായിനി സഭ സ്ഥാപിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അരയ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കല്യാണദായിനി സഭ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ജാതിക്കുമ്മി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതി ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തെ ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? മനീഷ പഞ്ചകത്തെ ആസ്പദമാക്കി രചിച്ചതാണ് ഈ ഒരു കൃതി. ജാതി ഒന്നല്ലേ സർവർക്കും എന്ന വലിയ ചോദ്യം സമൂഹത്തോട് ചോദിച്ച പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി. ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു കൃതി രചിച്ചിരിക്കുന്നത്. ഇനി ബാലകലേശം എന്നത് ഒരു നാടകമാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ബാലകലേശം പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയിരിക്കുന്ന നാടകമാണ് ബാലകലേശം. ഇനി ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നത് കൊച്ചി മഹാരാജാവ് നടത്തിയ വിരുന്നിൽ അധസ്ഥിതർക്ക് പ്രവേശനം നൽകാത്തതിലുള്ള പ്രതിഷേധമായിട്ട് രചിക്കപ്പെട്ട കൃതിയാണ് ഉദ്യാന വിരുന്ന്. അപ്പോൾ ഉദ്യാന വിരുന്ന്, ബാലകലേശം, ജാതിക്കുമ്മി എന്നിവ ആരുമായി ബന്ധപ്പെട്ട കൃതികളാണ്? പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ട കൃതികൾ ആണ്. ഇനി കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അദ്ദേഹത്തിന് ഏത് പദവി നൽകിയത്? വിദ്വാൻ പദവി നൽകിയിരിക്കുന്നത്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അദ്ദേഹത്തിന് ഏത് പദവി നൽകിയത്? വിദ്വാൻ പദവി നൽകിയിരിക്കുന്നത്. ഏത് പദവി? വിദ്വാൻ പദവി നൽകിയിരിക്കുന്നത്. ഇനി കൊച്ചി രാജാവാണ് കവിതിലകൻ എന്നും സാഹിത്യകുശലൻ എന്നുമുള്ള ബഹുമതികൾ നൽകി ആദരിച്ചത്. കൊച്ചി രാജാവ് കവിതിലകനും സാഹിത്യകുശലൻ എന്നും, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വിദ്വാൻ. വലിയ കോയി തമ്പുരാന്റെ വായും വിദ്വാന്റെ വായും കൂടെ അങ്ങ് കണക്ട് ചെയ്താൽ മതി. കൊച്ചി മഹാരാജാവാണ് കവിതിലകൻ എന്നും സാഹിത്യകുശലൻ എന്നും ഒക്കെയുള്ള ബഹുമതികൾ നൽകി ആദരിച്ചത്. നെക്സ്റ്റ്, കായൽ സമ്മേളനം 1913 ആ വർഷം ഒന്ന് ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കണം. 1913 കൊച്ചിയിൽ കരയിൽ സമ്മേളനം നടത്താൻ അനുവാദം നിഷേധിച്ചപ്പോൾ കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി അതിനു മുകളിൽ സമ്മേളനം നടത്തി ആണ് കായൽ സമ്മേളനം ആര് നടപ്പാക്കിയത്? പണ്ഡിറ്റ് KP കറുപ്പൻ നടപ്പിലാക്കിയത്. കരയിൽ സമ്മേളനം നടത്താൻ അനുവാദം നിഷേധിച്ചപ്പോൾ കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി ചെയ്തതാണ് കായൽ സമ്മേളനം. വിദ്വാൻ പദവി ഓർത്തു വെച്ചേക്കണം. കവിതിലകനും സാഹിത്യകുശലനും. കവിതിലകനും സാഹിത്യകുശലനും ആരാണ് നൽകിയത്? കൊച്ചി മഹാരാജാവാണ്. വിദ്വാൻ ആണെങ്കിൽ വലിയ കോയി തമ്പുരാൻ. ഇനിയും അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1873. ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. 1885 പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പൊ അതിന് തൊട്ട് മുകളിലായിട്ട് ആരെ പഠിക്കണം? 1873 വക്കം മൗലവിയുടെ കാര്യം ഓർത്ത് വെച്ചേക്കണം. വക്കം മൗലവി 1873 കാര്യം ഓർത്ത് വെച്ചേക്കണം. വർഷം പറഞ്ഞ് 1873 ഡിസംബർ മാസം 28 തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിലുള്ള വക്കം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിലുള്ള വക്കം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1905 ജനുവരി 25 സ്വദേശാഭിമാനി പത്രം സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എവിടെയാണ്? അഞ്ചുതെങ്ങിൽ നിന്നിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്തത്? സ്വദേശാഭിമാനി സ്റ്റാർട്ട് ചെയ്തത് 1905 ജനുവരി മാസം 25 വക്കം മൗലവി അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. ജനിച്ച വർഷം ഓർത്ത് നോക്കിക്കേ, 1873. ഇനി അടുത്തായിട്ട്
മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ അദ്ദേഹം നടത്തിയിരുന്നു. മുസ്ലിം ചോദിച്ചാലും അൽ ഇസ്ലാം ചോദിച്ചാലും ദീപിക ചോദിച്ചു കഴിഞ്ഞാലും എല്ലാം ആരുടെ കൃതികൾ ആണ് അല്ലെങ്കിൽ മാസികകൾ ആണ്? വക്കം മൗലവിയുടെ മാസികകളാണ്. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. 32 ഒക്ടോബർ 31 അന്തരിച്ചു. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ വിവേകാനന്ദൻ എന്നും അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. 1932 അന്തരിച്ചത്. ദ ഉസ്സബാഹ് എന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രചനയാണ്. ദ ഉസ്സബാഹ് എന്നത് വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. ഇനിയും അടുത്തത് 1889. ആരായിരിക്കും? എറണാകുളം ജില്ലയിലെ ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചത് സഹോദരൻ അയ്യപ്പൻ. അപ്പൊ നമുക്ക് നോക്കാം. 1873 വക്കം മൗലവി ആണ്. 1885 ആരുടെ പേര് പറഞ്ഞു? നമ്മൾ പണ്ഡിറ്റ് KP കറുപ്പന്റെ കാര്യം ഓർത്തു വെച്ചു. ഇനി അടുത്തത് 1889 ആരുടെ പേര് പഠിച്ചു വെക്കണം? സഹോദരൻ അയ്യപ്പന്റെ പേര് പഠിച്ചു വെക്കണം. 1889 സഹോദരൻ അയ്യപ്പൻ. അതായത് പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചതിന് ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. വിളിപ്പേര് സഹോദരൻ അയ്യപ്പൻ, പുലയൻ അയ്യപ്പൻ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. 1917 സഹോദര സംഘവും സഹോദരൻ മാസികയും സ്റ്റാർട്ട് ചെയ്തു. മിശ്രഭോജനം സംഘടിപ്പിച്ചു. അതിന്റെ എല്ലാം വർഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1917 ആണ്. 1917 സഹോദര സംഘവും സഹോദരൻ മാസികയും തുടങ്ങി മിശ്രഭോജനം സംഘടിപ്പിച്ചു. 1919 അദ്ദേഹം മട്ടാഞ്ചേരിയിൽ നിന്ന് സഹോദരൻ പത്രം ആരംഭിച്ചു. ഇപ്പൊ മട്ടാഞ്ചേരിയിൽ നിന്നിട്ടാണ് സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്ന പത്രം ആര് സ്റ്റാർട്ട് ചെയ്തത്? സഹോദരൻ അയ്യപ്പൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം ഏതാണ്? മട്ടാഞ്ചേരി ആണ്. ഏതാണ്? മട്ടാഞ്ചേരിയിൽ നിന്നിട്ടാണ് സഹോദരൻ പത്രം സ്റ്റാർട്ട് ചെയ്തത്. വർഷം 1919. സഹോദരൻ പത്രം ആരംഭിച്ച സ്ഥലം മട്ടാഞ്ചേരി. ഇനിയും ആദ്യമായിട്ട് 1925 തെരഞ്ഞെടുപ്പിൽ തോറ്റു. 1928 കൊച്ചി നിയമസഭാ അംഗമായി. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചോദ്യത്തിനകത്തും എവിടെയാണോ, കൊച്ചിയിലാണോ തിരുവിതാംകൂറിലാണോ എന്നിട്ടുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സോ കൊച്ചി നിയമസഭാ അംഗമായിട്ട് ജോയിൻ ചെയ്തു. 1928 ഇനിയും 1931 എഗെയിൻ നിയമസഭാ അംഗമായിട്ടുണ്ട്. 38 SNDPയുടെ അധ്യക്ഷനായി വീണ്ടും നിയമസഭാ അംഗമായിട്ടുണ്ട്. 48 നിയമസഭാ അംഗമായി. 49 തിരുക്കൊച്ചി സഭയിൽ മന്ത്രിസഭാ അംഗമാവുകയും രാജിവെക്കുകയും ചെയ്തു. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഡിഗ്രി ലെവൽസിൽ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നുകൂടെ പറയാം. 1925 ആദ്യമായിട്ട് മത്സരിച്ച ടൈമിൽ എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പിൽ തോറ്റു. 28 കൊച്ചിയിൽ നിയമസഭാ അംഗമായി. 31 വീണ്ടും നിയമസഭാ അംഗമായിട്ടുണ്ട്. 38 SNDPയുടെ അധ്യക്ഷനായി വീണ്ടും നിയമസഭാ അംഗമാവുകയും ചെയ്തു. അതേ വർഷം തന്നെ 1928, 31, 38. ഇനി 48 എന്തായിട്ടുണ്ട്? നിയമസഭാ അംഗം ആയിട്ടുണ്ട്. 49 തിരുക്കൊച്ചി മന്ത്രിസഭാ അംഗമാവുകയും ചെയ്തു, രാജിവെക്കുകയും ചെയ്തു. അടുത്തത് ആരായിരിക്കും? VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. 1873 ദെൻ അതിനുശേഷം 1885, 1889, അടുത്തത് 1896, 1885, 1889, 1896. വക്കം മൗലവിയുടേത് ഏതാണ്? 1885 ആരുടേതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ്റെതാണ്. 89 ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് വേണം പറയാൻ വേണ്ടിയിട്ടാ? 89 ഇപ്പം അതായത് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. അടുത്ത ആരാണ്? 96 VT ഭട്ടതിരിപ്പാട്. 1896 VT ഭട്ടതിരിപ്പാട് ജനിച്ചിട്ടുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. 1873 73 വർഷങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. 73 വക്കം മൗലവി. അത് കൃത്യമായിട്ട് ഓർത്തിച്ചേക്കാം. 1873 വക്കം മൗലവി. 1873, 1885 പണ്ഡിറ്റ് KP കറുപ്പൻ, 89 സഹോദരൻ അയ്യപ്പൻ, 96 VT ഭട്ടതിരിപ്പാട്, 73 വക്കം മൗലവി, 85 പണ്ഡിറ്റ് KP കറുപ്പന്, 89 സഹോദരൻ അയ്യപ്പൻ, 96 VT ഭട്ടതിരിപ്പാട്. ഓക്കെ അല്ലേ? 89 സഹോദരൻ അയ്യപ്പൻ, VT ഭട്ടതിരിപ്പാട്, 96
85 പണ്ഡിറ്റ് KP കറുപ്പൻ, വക്കം മൗലവി 1873, 1873, 85, 89, 96, 73, 85, 89, 96. ഓക്കെ, ഇനി ഇദ്ദേഹം ജനിച്ചത് പൊന്നാനി താലൂക്കിലെ മേഴത്തൂരിൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചത്. എവിടെയാണ്? പൊന്നാനി താലൂക്ക്, മേഴത്തൂർ. ഇനി പൂർണ്ണനാമം വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. എന്താണ്? വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്, വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. അപ്പം ഈ ഒരു കാറ്റഗറിയിലുള്ളത് ഒരു 3-4 പ്രാവശ്യം പരീക്ഷിക്കാത്ത ഇവരുടെ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. കണ്ണീരും ഗീനാവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകമാണ്. രജനീ രംഗവും കർമ്മവിഭാഗവും ആരുടെ കൃതികളാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതികളാണ്. കണ്ണീരും ഗിനാവും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, രജനീ രംഗം, കർമ്മവിഭാഗം. ആശയങ്ങൾ: നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന യോഗക്ഷേമ സഭയുടെ ലക്ഷ്യത്തിനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന യോഗക്ഷേമ സഭയുടെ ലക്ഷ്യത്തിനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. പുരസ്കാരങ്ങൾ: കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ഒക്കെ 1976-ലും 1982-ലാണ് അദ്ദേഹം മരിച്ചത്. 1982-ലാണ് മരിച്ചത്. മാർച്ച് 26-നാണ് പൊന്നാനി താലൂക്കിൽ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് വരാം. അതായത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ജന്മദിനം കാലക്രമത്തിൽ ക്രമീകരിക്കുക. 1885 പണ്ഡിറ്റ് KP കറുപ്പൻ, വക്കം മൗലവി 1873, സഹോദരൻ അയ്യപ്പൻ ഏത് വർഷം? 1889 അല്ലേ? 1896 ശരിയാണ്, നോക്കട്ടെ. വക്കം മൗലവി 1873, സഹോദരൻ അയ്യപ്പൻ 1889, VT ഭട്ടതിരിപ്പാട് 1896, പണ്ഡിറ്റ് KP കറുപ്പൻ 1885. ശരിയാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ആൾ ആരായിട്ട് വരണം? വക്കം മൗലവി. രണ്ടാമത് ആരായിട്ട് വരണം? പണ്ഡിറ്റ് KP കറുപ്പൻ. മൂന്നാമത് സഹോദരൻ അയ്യപ്പൻ. നാലാമത് VT ഭട്ടതിരിപ്പാട്. 2, 1, 3, 4. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്തായാലും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. 1873 വക്കം മൗലവി, അതിനുശേഷം പണ്ഡിറ്റ് KP കറുപ്പൻ 1885, സഹോദരൻ അയ്യപ്പൻ 1889, 1896 VT ഭട്ടതിരിപ്പാട്. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്കൊന്ന് പോവാം. തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളിനെ പറ്റി താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിലെ പ്രശസ്തമായ സംഗീതജ്ഞനായ മേരുസ്വാമി അറിയപ്പെട്ടിരുന്നത് കോകിലകാണ്ഡ എന്ന പേരിലാണ്. മേരുസ്വാമി, കോകിലകാണ്ഡ. മോഹന കല്യാണി എന്ന രാഗം സൃഷ്ടിച്ചത് സ്വാതി തിരുനാൾ ആണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നടത്തിയ സത്യപരീക്ഷ സ്വാതി തിരുനാൾ നിരോധിച്ചു. ത്യാഗരാജ സ്വാമികളുടെ ശിഷ്യനായ കണ്ണയ്യ ഭാഗവതർ സ്വാതി തിരുനാളിന്റെ കൊട്ടാരം പ്രമാണി ആയിരുന്നു. ആൻസർ എല്ലാം ശരി ആണ്. അപ്പൊ നോക്കാം. സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിലെ പ്രശസ്ത സംഗീതജ്ഞനായിരുന്നു മേരുസ്വാമി. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേര് കോകിലകാണ്ഡ എന്നാണ്. അപ്പൊ മേരുസ്വാമി സ്വാതി തിരുനാളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. കോകിലകാണ്ഡ, സ്വാതി തിരുനാൾ, മേരുസ്വാമി, കോകിലകാണ്ഡ, സംഗീതജ്ഞനായിരുന്നു. ഇനി മോഹന കല്യാണി എന്ന രാഗം സൃഷ്ടിച്ചത് ആരാണ്? സ്വാതി തിരുനാൾ ആണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നടത്തിയ സത്യപരീക്ഷ നിരോധിച്ചു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന സ്വാതി തിരുനാൾ ആണ്. കണ്ണയ്യ ഭാഗവതർ, കണ്ണയ്യ ഭാഗവതർ ആരുടെ ശിഷ്യൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ത്യാഗരാജസ്വാമികളുടെ ശിഷ്യൻ കണ്ണയ്യ ഭാഗവതർ. ആരുടെ കൊട്ടാരം പ്രമാണി? സ്വാതി തിരുനാളിന്റെ. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റ്സും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. മേരുസ്വാമി കോകിലകാണ്ഡ എന്നറിയപ്പെട്ടു. മോഹന കല്യാണി രാഗം സൃഷ്ടിച്ചത് ആരാണ്? സ്വാതി തിരുനാൾ ആണ്. പിന്നെ ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ചടങ്ങ് നിരോധിച്ചത് ആരാണ്? സ്വാതി തിരുനാൾ ആണ്. കണ്ണയ്യ ഭാഗവതർ സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിലെ പ്രമാണിയായിട്ടുള്ള വ്യക്തിയായിരുന്നു. അത് ആരുടെ ശിഷ്യനായിരുന്നു?
ത്യാഗരാജ സ്വാമികളുടെ ശിഷ്യനായിരുന്നു. അപ്പൊ ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത്. ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ആരുടെ കാലത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർത്തിക തിരുനാളിന്റെ കാലത്ത് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. ആരുടെ കാലത്താണ്? കാർത്തിക തിരുനാളാണ്. ഇത് നിരോധിച്ചത് സ്വാതി തിരുനാൾ ആണ്. അപ്പൊ ഈ 3 പോയിന്റും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. ശുചീന്ദ്രം കൈമുക്ക് സ്റ്റാർട്ട് ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ്. ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത് കാർത്തിക തിരുനാളിന്റെ കാലത്താണ്. നിരോധിച്ചത് സ്വാതി തിരുനാൾ ആണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ കുലഗുരു ആയിരുന്നു മേരുസ്വാമി എന്ന് പറയുന്നത്. ഇനി തഞ്ചാവൂർ നാൽവർ സംഘവും റിലേറ്റ് ചെയ്ത് പരീക്ഷയ്ക്കകത്ത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ഡിഗ്രി ലെവൽസിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദം, വടിവേലു തഞ്ചാവൂർ നാൽവർ സംഘത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദം, വടിവേലു എന്ന് പറയുന്നത്. ഇനി തഞ്ചാവൂർ സ്വദേശിയായ മേരുസ്വാമി, ഇപ്പം നമ്മളിപ്പോൾ മേരുസ്വാമിയുടെ ചോദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അദ്ദേഹം ഈ ഹരികഥ എന്ന കലാരൂപത്തിൽ അതീവ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏത് കാറ്റഗറി? ഹരികഥ എന്ന കലാരൂപത്തിൽ. അദ്ദേഹം തിരുവനന്തപുരത്ത് ക്ഷണിച്ചു വരുത്തിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ ഉത്സവങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ ഹരികഥ അവിടെ ഒരു വലിയ ഇതായിട്ടൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആരുടെ നേതൃത്വത്തിൽ? മേരുസ്വാമിയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സ്വാതി തിരുനാൾ മഹാരാജാവ് മേരുസ്വാമിയെ തൻ്റെ ആത്മീയ ഗുരുവായിട്ടാണ് പരിഗണിച്ചിരുന്നത്. സ്വാതി തിരുനാൾ മഹാരാജാവ് മേരുസ്വാമിയെ തൻ്റെ ആത്മീയമായിട്ടുള്ള ഗുരുവായിട്ടാണ് പരിഗണിച്ചത്. സ്വാതി തിരുനാളിൻ്റെ പ്രശസ്തമായ 2 ഹരികഥാകൃതികളുടെ രചനയിൽ ഈ മേരുസ്വാമിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഏതൊക്കെയാണ്? കുചേല ഉപാഖ്യാനവും അജാമിള ഉപാഖ്യാനവും. ഏത് കൃതിയുമായിട്ട് അല്ലെങ്കിൽ ആരുടെ ഹരികഥാകൃതികളുമായിട്ട് സാമ്യം ഉണ്ട്? ഈ പറയുന്ന മേരുസ്വാമിയുടെ ഹരികഥാം കൃതികളുമായിട്ട് സാമ്യമുണ്ട്. ഏതിന്? ഈ കുചേല ഉപാഖ്യാനത്തിനും അജാമിള ഉപാഖ്യാനത്തിനും. ഏതൊക്കെയാണ്? കുചേല ഉപാഖ്യാനവും അജാമിള ഉപാഖ്യാനത്തിനും. ആർക്കൊക്കെ ആരുടെ ഹരികഥാകൃതിയുമായിട്ട് സാമ്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ? നമ്മുടെ മേരുസ്വാമിയുടേത്. അപ്പൊ അദ്ദേഹം ആരുടെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു? സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിലെ പ്രശസ്തമായിട്ടുള്ള വ്യക്തിയായിരുന്നു ഈ മേരുസ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹം സ്വാതി തിരുനാൾ അദ്ദേഹത്തെ കണ്ടിരുന്നത് ഒരു ആത്മീയ ഗുരുവായിട്ടാണ്. അപ്പൊ കുചേല ഉപാഖ്യാനവും അജാമിള ഉപാഖ്യാനവും ആരുടെ കൃതികൾ ആണ്? സ്വാതി തിരുനാളിന്റെയാണ്. അതിന് പിന്നിൽ ആരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്? നമ്മുടെ മേരുസ്വാമിയുടേത്. ഇനി മഹാരാജാവ് അദ്ദേഹത്തിന് കോകിലകാണ്ഡൻ എന്ന് പറയുന്ന ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാതി തിരുനാൾ ആണ് ഈ മേരുസ്വാമിയെ കോകിലകാണ്ഡ എന്ന പേരിൽ വിളിച്ചിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ പരമേശ്വര ഭാഗവതർ, പാലക്കാട് സ്വദേശിയായ ഇദ്ദേഹം കൊട്ടാരത്തിലെ സംഗീതജ്ഞനായിരുന്നു. എന്താണ് പേര്? പരമേശ്വര ഭാഗവതർ. എന്താണ്? പരമേശ്വര ഭാഗവതർ. പാലക്കാട് സ്വദേശിയായ ഇദ്ദേഹം കൊട്ടാരം സംഗീതജ്ഞൻ ആയിരുന്നു. നെക്സ്റ്റ് കണ്ണയ്യ ഭാഗവതർ, ത്യാഗരാജ സ്വാമികളുടെ ശിഷ്യനായിരുന്ന ഇദ്ദേഹം സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രധാനി ആയിരുന്നു. അപ്പൊ അതാണ് നമ്മളുടെ ചോദ്യത്തിനകത്ത് വന്നിരുന്നത്. ത്യാഗരാജ സ്വാമികളുടെ ശിഷ്യനായിരുന്നു. ആരായിരുന്നു സ്വാതി തിരുനാളിന്റെ സദസ്സിൽ പ്രധാനി ആയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണയ്യ ഭാഗവതർ. ഇനി പരമേശ്വര ഭാഗവതറെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏതാണ്? പാലക്കാട് സ്വദേശിയായ അദ്ദേഹം കൊട്ടാരത്തിലെ സംഗീതജ്ഞനായിരുന്നു. ഇനി ജോൺ കാൽഡിക്കോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം വാനനിരീക്ഷണ കേന്ദ്രത്തിലെ ആദ്യ ഡയറക്ടർ ആയിരുന്നു ജോൺ കാൽഡിക്കോട്ട്. അതായത് ശാസ്ത്രീയ കാര്യങ്ങളിൽ രാജാവിനെ സഹായിച്ചിരുന്ന വിദേശിയാണ് ജോൺ കാൽഡിക്കോട്ട്. ശാസ്ത്രീയ കാര്യങ്ങളിൽ രാജാവിനെ സഹായിച്ചിരുന്ന വിദേശിയാണ് ജോൺ കാൽഡിക്കോട്ട്. ഇപ്പൊ പരമേശ്വര ഭാഗവതർ പാലക്കാട് സ്വദേശിയായിരുന്നു, കൊട്ടാരം സംഗീതജ്ഞനായിരുന്നു. കണ്ണയ്യ ഭാഗവതർ ത്യാഗരാജ സ്വാമികളുടെ ശിഷ്യനായിരുന്നു. സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു കണ്ണയ്യ ഭാഗവതർ. ജോൺ കാൽഡിക്കോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം വനനിരീക്ഷണ കേന്ദ്രത്തിലെ ആദ്യ ഡയറക്ടർ ആയിരുന്നു. ശാസ്ത്രീയ കാര്യങ്ങളിൽ രാജാവിനെ സഹായിച്ചിരുന്ന വിദേശിയായിരുന്നു ജോൺ കാൽഡിക്കോട്ട്. പഠിച്ചോ? ജോൺ കാൽഡിക്കോട്ട്. അപ്പം അദ്ദേഹമായിരുന്നു തിരുവനന്തപുരത്തെ വനനിരീക്ഷണത്തിലെ പ്രധാനപ്പെട്ട ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത്. ഇനിയും തഞ്ചാവൂർ സുബ്ബറാവു ഉണ്ട്. അതെല്ലാം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. രാജാവിന്റെ ഗുരുവും 2 തവണ ദിവാനുമായിരുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന തഞ്ചാവൂർ സുബ്ബറാവു. അദ്ദേഹത്തിനെ അണ്ണാച്ചി എന്നിട്ടാണ് സ്വാതി തിരുനാൾ വിളിച്ചിരുന്നത്. ആധുനിക രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പം തഞ്ചാവൂർ സുബ്ബറാവു എന്ന് പറഞ്ഞിരിക്കുന്നത് രാജാവിന്റെ ഗുരുവും 2 തവണ ദിവാനുമായിരുന്ന വ്യക്തിയാണ്. സ്വാതി തിരുനാൾ ഇദ്ദേഹത്തെ അണ്ണാച്ചി എന്ന പേരിൽ വിളിച്ചിരുന്നു.
ഇനി റെഡ്ഡി റാവു എന്ന് പറയുന്നത് സുബ്ബറാവുവിന് ശേഷം ദിവാനായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് റെഡ്ഡി റാവു എന്ന് പറഞ്ഞത്. റെഡ്ഡി റാവു എന്ന് പറയുന്നത് സുബ്ബറാവുവിന് ശേഷം ദിവാനായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. ഇനി കല്ലട കുട്ടിപ്പിള്ള കൊട്ടാരത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു. സാധു തിരുനാളിന്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കല്ലട കുട്ടിപ്പിള്ള എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ആ ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് വരാവുന്നതാണ്. അപ്പം ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, സംഗീതജ്ഞൻ മേരുസ്വാമി അറിയപ്പെട്ടിരുന്ന പേര് കോകിലകാണ്ഡ ആണല്ലോ. അപ്പൊ മേരുസ്വാമിയുടെ ഇതിൽ പ്രകാരം ആണ് ഹരികഥ പോലത്തെയുള്ള അജാമിളോപാഖ്യാനവും കപിലോപാഖ്യാനവും ഒക്കെ ആര് എഴുതിയത്? സ്വാതി തിരുനാൾ എഴുതിയത്. ഇനി മോഹന കല്യാണി എന്ന രാഗം സൃഷ്ടിച്ചത് ആരാണ്? സ്വാതി തിരുനാൾ. ശുചീന്ദ്രം കൈമുക്ക് സ്റ്റാർട്ട് ചെയ്തത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അത് കോൺട്രാക്റ്റിലാക്കിയത് കാർത്തിക തിരുനാളും എൻഡ് ചെയ്തത് ആരാണ്? സ്വാതി തിരുനാളും ആണ്. ഇനി ത്യാഗരാജ സ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള കണ്ണയ്യ ഭാഗവതർ എവിടുത്തെ ഒരു കൊട്ടാരം പ്രമാണിയായിരുന്നു? സ്വാതി തിരുനാളിൽ. അപ്പൊ ഈ 4 പോയിന്റും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് ഈ ഒരു പോയിന്റൂടെ കൃത്യമായിട്ട് നോക്കിക്കേ. ഇത്രയും നമ്മൾ പറഞ്ഞാണ്. ഇനി ഒരു കുലഗുരുവായിട്ടാണ് മേരുസ്വാമി അല്ലെങ്കിൽ ആത്മീയ ഗുരുവായിട്ടൊക്കെയാണ് സ്വാതി തിരുനാൾ കൺസിഡർ ചെയ്തത്. ഈ തഞ്ചാവൂർ 4 പേർ സംഘത്തിനെ കൃത്യമായിട്ട് പഠിക്കണം. ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദം വടിവേലു, പിന്നെ നമ്മുടെ ഇരയിമ്മൻ തമ്പിയൊക്കെ സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി ആയിരുന്നു. ഓമനത്തിങ്കൾ കിടാവോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹരികഥ എന്ന് പറഞ്ഞിരിക്കുന്നത് മായി ബന്ധപ്പെട്ടാണ് മേരുസ്വാമി വന്നിരിക്കുന്നത്. കുജേലോപാഖ്യാനം, കപിലോപാഖ്യാനമല്ല, കുജേലോപാഖ്യാനവും അജാമിളോപാഖ്യാനം. കുജേലനും അജാമിളനെയും ഓർത്ത് വെച്ചേക്കുക. കോകിലകാണ്ഡൻ. നെക്സ്റ്റ് പരമേശ്വര ഭാഗവതർ. അപ്പം അത് ഈ ഒരു പോയിന്റിൽ ചോദിച്ചിട്ടില്ല. പാലക്കാട് സ്വദേശിയായ കൊട്ടാരം സംഗീതജ്ഞൻ കണ്ണയ്യ ഭാഗവതർ ഈ പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വരാനുള്ള ചാൻസ് ഉള്ളത് ഈ പരമേശ്വര ഭാഗവതറും ജോൺ കാൽഡിക്കോട്ടും വരാനുണ്ട്. ഇനിയും സുബ്ബറാവു ഒക്കെ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. സുബ്ബറാവുവിനെയാണ് അണ്ണാച്ചി എന്ന് വിളിച്ചിരിക്കുന്നത്. റെഡ്ഡി റാവു ആണ് സുബ്ബറാവുവിന് ശേഷമുള്ള വ്യക്തി. ഈ കല്ലട കുട്ടിപ്പിള്ളയും ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 208 ടോപ്പിക്സ് ആണ് വരുന്ന ഡിഗ്രി പ്രിലിംസിന് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് കോഴ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആർട്സ്, സ്പോർട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന കണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും വരുന്നത്. ഇനി അതുപോലെ തന്നെ SCRT സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിലുള്ള പുതിയ കണ്ടന്റുകൾ നമ്മൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിപ്പിച്ചു പോകുന്നുണ്ട്. അത് ലൈവ് സെഷനാണ്. അതിൻ്റെ റെക്കോർഡും PDF അവൈലബിൾ ആണ്. അതിന് എല്ലാ ചാപ്റ്ററും കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.